തെരഞ്ഞെടുപ്പിന് തിരിച്ചടിയാവില്ലേ സാർ? ഈ സമയത്ത് UDFന്റെ ജില്ലാ ചെയർമാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പദവി ഈ ജില്ലയിൽ വലുതാണ്. ഇല്ല, തെരഞ്ഞെടുപ്പിനകത്തെ തിരിച്ചടി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നമുക്ക് മനസ്സിന് വിഷമമുണ്ട്. അദ്ദേഹം ഇവിടെ നിൽക്കണമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യത്തിൽ ഞങ്ങൾക്കേതാ വേറെ ഓപ്ഷൻ? നമ്മൾ തെരഞ്ഞെടുപ്പായി മുന്നോട്ട് പോയി, പ്രചരണം നല്ല രൂപത്തിൽ പോയി. ഇന്നലെ തന്നെയാണെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കടുത്ത ആഘാതമാണ് ഉണ്ടായത്. അവർ 2 അപരന്മാരെയും കൊണ്ടുവന്നു. ആ അപരന്മാരെ 2 പേരെയും ലാത്തിച്ചാർജ് ചെയ്തതുപോലെയാണ് ഓടിച്ചു വിട്ടത്. അതിനുള്ള പേരിലുള്ള കേസും വരാൻ പോവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിനകത്ത് അധാർമികത്വം കാണിക്കുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അപ്പർ ഹാൻഡ് ഉണ്ടാകും. സമാധാനകാംക്ഷികളായിട്ടുള്ള കോട്ടയം നിവാസികൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എന്ത് സാഹചര്യം വന്നാലും ശരി, ഞങ്ങൾ മിനിമമായിട്ടുള്ള ഞങ്ങളുടെ ആദർശങ്ങളിൽ നിന്ന് ഒരു മാറ്റവും വരുത്തി വരാം. ശ്രീ സഞ്ജീവ് അഞ്ഞക്കടമ്പുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ ആ പാർട്ടി ലീഡർഷിപ്പ് സംസാരിക്കട്ടെ. സംസാരിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ ഞാൻ കേട്ടറിഞ്ഞത് അങ്ങനെ ഒരു ഗൗരവതരമായ ഒരു പാർട്ടി വിടാൻ പറ്റുന്ന രൂപത്തിലുള്ള കാര്യമായി തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിച്ച് തീർക്കാൻ പരിശ്രമിക്കും. ആ പാർട്ടി ലീഡർഷിപ്പ് അതിന് നേതൃത്വം കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പാർട്ടി മാത്രം ഇടപെട്ടാൽ മതി. UDF എന്നുള്ള നിലയിൽ ഇപ്പോൾ കോട്ടയത്ത് ഒരു പ്രശ്നം എന്നുള്ള നിലയിൽ താങ്കളെയൊക്കെ അദ്ദേഹം വളരെ വിശ്വാസത്തോടെ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇടപെടൽ അദ്ദേഹത്തെ ഫോണിൽ സംസാരിക്കും? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, UDFന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ലല്ലോ ഇതുവരെ. ഇപ്പോഴദ്ദേഹം പരസ്യമായി പറഞ്ഞപ്പോഴാണ് UDFന്റെ മുമ്പിലേക്ക് ഒരു ഇഷ്യൂ വരുന്നതായിട്ട് തോന്നുന്നത്. ഇതുവരെ വന്നിട്ടേയില്ല. എന്തെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നത് ലഭ്യമായ സാധ്യതകൾ വെച്ച് ഞങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ആ സാധ്യത നോക്കാൻ പറ്റാത്ത രൂപത്തിലാണ് വെട്ടൊന്ന് മുരണ്ട് എന്നുള്ള നിലയിലേക്ക് പോയത്. അത് UDFന്റെ പ്രോസ്പെക്ട്സിനെ ഒരിക്കലും അത് ബാധിക്കില്ല. കാരണം UDFന്റെ പ്രോസ്പെക്ട്സിനെ ബാധിക്കണമെന്നുള്ളത് ഈ രാജിവെച്ചു പോയ അദ്ദേഹം പോലും ഇതുവരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം UDFനോട് നല്ല യോജിപ്പുണ്ട്. UDFിലെ ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ശ്രീ ജോസഫ് സാറിനോട് നല്ല സ്നേഹമുണ്ട്. ഇതൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത് നിൽക്കുന്നത്, ഇതിൻ്റെ നങ്കൂരം ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ആ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. ആ പാർട്ടി പരിശോധിച്ച് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ മോൻസ് ജോസഫിനോടാണ് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി. അത് കോൺഗ്രസിൽ ഇവിടെ ഏകാധിപത്യ പ്രവണതയാണ് അദ്ദേഹം നടത്തുന്ന മോൻസ്. അത് DCC നേതൃത്വത്തിനും DCC പ്രസിഡന്റ് വരെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് സജി പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് തന്നെ എന്തെല്ലാം പോംവഴിയുണ്ട്. അതിന് മേളിലല്ലേ ശ്രീ PJ ജോസഫ്. അദ്ദേഹത്തോട് പരാതിപ്പെട്ടിരുന്നെങ്കിൽ അദ്ദേഹം ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമായിരുന്നല്ലോ. അതറിയില്ല, ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ ഒരു പാർട്ടിയുടെ പുറത്ത് നിൽക്കുന്ന ആളുകളല്ലേ. ഞാൻ പറഞ്ഞ സ്വാഭാവികമായ ഒരു പാർട്ടിയിലുണ്ടാകാവുന്ന ഒരു പ്രതികരണത്തിൻ്റെയും ആ പ്രതികരണത്തിനുണ്ടാകുന്ന ഒരു നടപടിയുടെയും ഭാഗമാണ്. അപ്പോൾ ചെയ്യേണ്ടത് എന്താ? അദ്ദേഹത്തിന് ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി ചെയർമാനോട് സംസാരിക്കുക, അദ്ദേഹത്തിലൂടെ പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. UDFനകത്ത് എന്തെങ്കിലും അദ്ദേഹത്തിന് പുതുതായി പറയാനുണ്ടെങ്കിൽ UDFിൽ സംസാരിക്കുക. അങ്ങനെ പ്രത്യക്ഷത്തിൽ പറയത്തക്ക വിധത്തിൽ വളരെ ഗഹനമായ ഒരു കാര്യം അദ്ദേഹം ഗൗരവത്തോടു കൂടി പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപരന്മാരെ നിർത്തി അവർ പൊളിഞ്ഞ് പാളിഷായി പോയില്ലേ? ഞാൻ പറയും, ഒരു പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി അല്ലേ അപരനായിട്ട് നിർത്തിയത്? ആ പാർട്ടി എന്ത് പാർട്ടിയാണ്? അതിനൊരു പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? അവരൊരു മുന്നണിക്കകത്ത് നിൽക്കുക. ആ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ്സിന് അവരൊരു സീറ്റ് കൊടുത്തു. ആ കൊടുത്ത സീറ്റിനകത്ത് അവരുടെ പാർട്ടിയുടെ ഭാരവാഹി തന്നെ അവരനായിട്ട് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവർ കൈകഴുകാൻ ശ്രമിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ അറിവായിരിക്കാം. പക്ഷേ ദേശാഭിമാനിയുടെ അവിടുത്തെ ലോക്കൽ ഏജൻ്റാണോ ഒന്നും തിരക്കാൻ പറ. അത് ശ്രീ സ്റ്റീഫൻ ജോർജ് ദേശാഭിമാനി വരുത്താത്തത് കൊണ്ട് പുള്ളിക്കതറിയില്ല. ആ നാട്ടിൽ തിരക്കി അറിയാം. ഇവിടെ കൂവപ്പള്ളി പ്രദേശത്തെല്ലാവർക്കും അറിയാം. അവിടെ സ്റ്റീഫൻ ജോർജ് അതിങ്ങനെ ഒരു സമാധാനം പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് യഥാർത്ഥ സ്ഥിതി അദ്ദേഹം മനസ്സിലാക്കി പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ദേശാഭിമാനിയുടെ അവിടുത്തെ ലോക്കൽ കറസ്പോണ്ടൻ്റ് ഒഫീഷ്യലായിട്ടാണോന്ന് എനിക്കറിയില്ല. പക്ഷേ പത്രം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അതോടൊപ്പം പാർട്ടി ലോക്കൽ സെക്രട്ടറി, എല്ലാ കാര്യത്തിലും അവർ ഈ അടുത്ത സമയത്ത് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോഡി വന്നിട്ടുണ്ട്. അദ്ദേഹം പാർട്ടി നോമിനിയായിട്ട്. ഇതൊക്കെ സ്റ്റീഫൻ ജോർജ് ഒരു പക്ഷേ അറിയണമെന്നില്ല.
അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നിഷ്കളങ്കമായി പറയുന്നതായിരിക്കാം. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ സജിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രതീക്ഷയുണ്ടോ? അത് അദ്ദേഹം തീരുമാനിക്കുന്നത്. അദ്ദേഹം മടങ്ങി വരാൻ ഒരുക്കമാണ് എന്ന് പരസ്യമായി ഒരു പ്രസ്താവന വന്നാൽ പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു ഇടപെടൽ വരും. അതെന്താ വേണ്ടെന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കട്ടെ. സജി പോയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? സജി ആ നിലപാടിൽ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിന്നാൽ കോട്ടയത്തെ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുമോ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതല്ല. ഞാനിപ്പോൾ സജി പോയാൽ പോകട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞൊന്നും വരുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എല്ലാവരും കൂടെ കൂടി ഒരു സംയുക്ത സംരംഭമല്ലേ. ഇതിനകത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്കല്ലല്ലോ, എല്ലാവരും കൂടെ കൂടിയൊരു കൂട്ടായ സംരംഭമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുണ്ട്, ഘടകകക്ഷി പാർട്ടികൾ എല്ലാവരും ഉണ്ട്. കേരളത്തിലൊരു പുതിയ മൂവ്മെൻറ്റാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിനകത്ത് ഒരു കല്ല് പോലും ഇളകി പോകാതെ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകണമെന്നല്ലേ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിരിക്കുന്നത് പ്രമുഖമായും സജിയിൽ അധിഷ്ഠിതമാണ്. കാരണം അദ്ദേഹം ഇതിനകത്ത് തുടരണം എന്നുള്ള ഒരാഗ്രഹ പ്രകടനം നടത്തിയാൽ പിന്നീട് നടപടികളിലേക്ക് സ്റ്റെപ്സ് എടുക്കേണ്ടത് പാർട്ടി ചെയർമാനാണ്, ഞങ്ങളല്ല. ഞങ്ങൾ ആ പാർട്ടി സെക്ടറിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അദ്ദേഹം പക്വതയുള്ള ഒരു വലിയ UDF-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ്. 1970 UDF-ൻ്റെ കൺവീനറായിരുന്ന ആളാണ് ശ്രീ PJ ജോസഫ്. അപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ പാർട്ടിക്ക് പുറത്ത് നിന്ന് ഞങ്ങൾ എന്തെങ്കിലും പറയുന്നത് അനൗചിത്യമായിരിക്കും.